വെൽക്കം ടു എപ്പിക് ഫാമിലി. നമ്മള് ഒരു അടിപൊളി സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് പോവാണിപ്പോ. അപ്പൊ ഞങ്ങൾ ആലപ്പുഴക്കാരായിട്ട് ഇതുവരെ ആലപ്പുഴയിൽ അങ്ങനെ ഒരു റിസോർട്ടിലൊന്നും നിന്ന് നിങ്ങളൊരു വീഡിയോ കാണിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഞങ്ങള് ഇന്നിപ്പോ മാരാരിക്കുളത്തുള്ള അബാദ് ഗ്രൂപ്പിന്റെ ഒരു അടിപൊളി ബീച്ച് റിസോർട്ടിലോട്ടാണ് ഈ പോകുന്നത്. അബാദ് ടേർട്ടിൽ ബീച്ച് റിസോർട്ടിലോട്ടാണ് നമ്മൾ ഈ പൊക്കോണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിന്റെ ഓൾമോസ്റ്റ് എത്താറാകുന്നു. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ ഇങ്ങനെ എടുത്തതേ ഉള്ളൂ. ഓൺ ദ വേ ഇനിയും കുറച്ച് ഒരു 500 മീറ്റർ അത്ര എന്തോ ഉള്ളൂ, നമ്മളിപ്പോ എത്തും. അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങള് ഹോട്ടലിൽ എത്തിയിട്ട് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാം. ഇനിയിപ്പോ നമ്മൾ രാത്രിയിൽ ചെന്ന് കേറുന്ന ആ ഒരു കുറച്ച് കാഴ്ചകളും പിന്നെ റൂമിന്റെ വീഡിയോയും കൂടെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെ നാളെ രാവിലെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും കാഴ്ചകളും എല്ലാം എടുത്തിട്ട് സെപ്പറേറ്റ് വേറൊരു വീഡിയോ ആയിട്ട് കാണിക്കാം. ഓക്കെ, അപ്പൊ ബാക്കി വിശേഷങ്ങൾ ഇനിയും റിസോർട്ടിൽ എത്തിയിട്ട്. നല്ല അടിപൊളി ലൊക്കേഷൻ ആയിട്ടോ. നമ്മൾ ആ ഗേറ്റ് തുറന്നു കണ്ട് ഇത്രയും ഇങ്ങോട്ട് വരുന്ന ഈ ഒരു ഡ്രൈവിൽ തന്നെ നല്ല അടിപൊളിയാണ്. ഇപ്പൊ നൈറ്റ് ആയതുകൊണ്ടാണ് അത്രയും ക്ലിയർ ആയിട്ട് കാണാത്തത്. എന്നാലും ലൈറ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത് കാണാൻ ഒരു ഭംഗിയുണ്ട്. പക്ഷെ രാവിലെ ആയിരിക്കും കുറച്ചുകൂടി നേച്ചറിന്റെ ആ ഒരു ഫുൾ ബ്യൂട്ടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക. ഇതാണ് ഇവരുടെ റിസപ്ഷൻ എന്ന് തോന്നുന്നു. അതെ, ഒരു മിനിറ്റ്, ഇതാണ് ഇവരുടെ റിസപ്ഷൻ ഏരിയ. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇനി റൂമിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് ചെക്ക് ഇൻ ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അതുകൊണ്ട് ഈ റിസപ്ഷൻ ഈ ബിൽഡിങ്ങിന്റെ അടുത്ത് തന്നെയാണ് കാർ പാർക്കിംഗ് സ്പേസും. സോ നമ്മളിവിടെ കാറും പാർക്ക് ചെയ്തിട്ട് ഇനി നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോകണം. അപ്പൊ ഈ റിസപ്ഷന്റെ ഈ ഒരു ബിൽഡിങ്ങിന്റെ സൈഡിൽ തന്നെ ഇവിടെ ഇങ്ങനെ കിണറുണ്ട്. പിന്നെ എന്താണ് ഇങ്ങനെ ഇവിടെ എന്തൊക്കെ സംഭവങ്ങളാണുള്ളത്, അതായത് റെസ്റ്റോറന്റ്, സ്വിമ്മിംഗ് പൂള്, റിസപ്ഷൻ, അങ്ങനത്തെ എല്ലാം ഇവിടെ ഈ ഒരു ഏരിയയിൽ എന്തൊക്കെയുണ്ടെന്നുള്ള ആ ഒരു ലിസ്റ്റ് ഒക്കെയാണ് ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന ദൂരെ കാണുന്ന എല്ലാം ഓരോരോ കോട്ടേജസ് ആണ്. ഓക്കെ, പിന്നെ ബഗ്ഗി വന്നിട്ടുണ്ട്. നമ്മൾ ഈ റിസപ്ഷൻ ഏരിയയിൽ നിന്ന് നമ്മളുടെ റൂം വരെ അല്ലെങ്കിൽ നമ്മുടെ കോട്ടേജ് വരെ ബഗ്ഗിയിലാണ് പോകുന്നത്. കാരണം ഇതൊരു വലിയ പ്രോപ്പർട്ടി അല്ലേ. അപ്പൊ നമുക്ക് ലഗേജ് എല്ലായിട്ട് നടന്നു പോകാനുള്ള ദൂരമല്ലല്ലോ. സോ നമ്മൾ ബഗ്ഗിയിലാണ് നമ്മുടെ റൂമിലേക്ക് പോകുന്നത്. അതിന്റെ ബഗ്ഗി വന്ന് റെഡി ആയിട്ട് കിടപ്പുണ്ട്. അപ്പൊ നമുക്കിനി നമ്മുടെ റൂമിലോട്ട് പോവാം.
അങ്ങനെ നമ്മളുടെ റൂമിനടുത്തെത്തി. അപ്പൊ ഈ ഒരു പോയിന്റ് വരെയാണ് ബഗ്ഗി വരുന്നത്. പിന്നെ ഈ ചെറിയ വഴി കൂടെ ബഗ്ഗി വരത്തില്ല. സോ നമ്മൾ റിസപ്ഷനിൽ നിന്ന് ഇവിടെ വരെ ബഗ്ഗിയിൽ കൊണ്ടുവന്ന ചേട്ടൻ നമ്മുടെ ലഗേജ് ഒക്കെ എടുത്ത് മുന്നേ പോകുന്നുണ്ട്. അപ്പൊ റിസപ്ഷനിൽ നിന്ന് ഈ ബഗ്ഗിയിൽ ഇവിടെ വരെ വന്നപ്പോൾ തന്നെ നല്ലൊരു ദൂരം നമ്മൾ വന്നില്ലേ, അത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതൊരു വലിയ പ്രോപ്പർട്ടിയാണ്, വലിയൊരു റിസോർട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പൊ നമ്മൾ ഈ വരുന്ന വഴിയിലെല്ലാം ഇങ്ങനെ അവിടെ ഇവിടെയും എല്ലാം ആയിട്ട് ഇങ്ങനെ ഓരോരോ കോട്ടേജസ് ആയിട്ട് ഇങ്ങനെ കോട്ടേജസ് കാണാം. പിന്നെ അതിനിടയ്ക്കൊക്കെ വെജിറ്റബിൾ ഗാർഡൻ ഉണ്ട്, ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട്, പിന്നെ ഷട്ടിൽ കളിക്കാനുള്ള സ്പേസ്, അതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മളിങ്ങനെ വരുന്നത്. പക്ഷെ മോർണിംഗ് വ്യൂവിലായിരിക്കും നമുക്ക് കുറച്ചുകൂടി ഈ നേച്ചറിന്റെ ഭംഗി എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. സോ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കാം. അങ്ങനെ വേണ്ട നമ്മളുടെ റൂമിന്റെ അടുത്തെത്തി. റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ഇൻഡിപെൻഡന്റ് കോട്ടേജ് അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് വില്ല പോലെയാണ്. ഇനി കടലിൽ എരമ്പുന്ന സൗണ്ടൊക്കെ ഇങ്ങനെ കേട്ട് ഒരു ഡിഫറെന്റ് വൈബ് തന്നെയാണ് ഈ ബീച്ച് റിസോർട്ട്സ് എന്തായാലും. സോ നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മുടെ റൂമിന്റെ അടുത്തെത്തി, അല്ലെങ്കിൽ നമ്മളുടെ കോട്ടേജിന്റെ അടുത്ത് നമ്മൾ എത്തി. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന നമ്മളുടെ കോട്ടേജ്. 103 ആണ് നമ്പർ. സോ നമ്മളുടെ റൂമിനകത്ത് കയറി. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. നമ്മുടെ ബെഡ് കിങ്ങൂട്ടി ഓടി നടക്കുന്നുണ്ട്. വന്നപ്പോഴേ പാൻറ്റൊക്കെ കളഞ്ഞ് സെറ്റായിട്ട് കളിക്കാൻ തുടങ്ങി. കണ്ടോ, ഇതാണ് നമ്മുടെ റൂം. സ്പേഷ്യസ് റൂമാണ് കേട്ടോ. എല്ലാം ഇവരുടെ റൂം എല്ലാം ഫിൽഡാണ് ഇവർക്ക്. ഇന്നിപ്പോൾ നമുക്ക് എന്തോ ഒരു ഭാഗ്യത്തിന് ഒരു റൂം കിട്ടിയതാണ്. 2 മാസമായിട്ട് എല്ലാ ദിവസങ്ങളിലും എല്ലാ റൂംസും ഫുള്ളി ഓക്യുപ്പൈഡ് ആണെന്നാണ് ഇവിടെ റിസപ്ഷനിൽ ഇരിക്കുന്ന ചേട്ടൻ പറഞ്ഞത്. റൂമിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഇവിടാണ് കെറ്റില്, കപ്പും കാര്യങ്ങളും എല്ലാം വെച്ചിരിക്കുന്നത്. പിന്നെ വലിയൊരു കബോർഡ് ഉണ്ട്, നമുക്ക് ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യാമല്ലോ. പിന്നെ ഇതാണ് ബാത്റൂം, അത് ഞാൻ തുറന്ന് കാണിക്കാം. പിന്നെ ഇവിടെ ലഗേജ് വെക്കാൻ ഇങ്ങനെ ഒരു സ്പേസ് കണ്ടോ. നമുക്ക് ബാത്റൂം ഓപ്പൺ ചെയ്യാം. ഇതാണ് ബാത്റൂം. അമ്മ വരാം, മുമ്പ് അങ്ങോട്ട് പോക്കോ, വരുക. ഇവിടെ ഇങ്ങനെ വലിയൊരു മിററും ഒക്കെ ആയിട്ട് സ്പേഷ്യസ് ബാത്റൂമാണ് കേട്ടോ, വലിയ ബാത്റൂമാണ്. ടവൽസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. ഷാംപൂ, ഷവർ ജെല്ല്, ടൂത്ത് പേസ്റ്റ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുമുണ്ട്. സ്പേഷ്യസ് ബാത്റൂമാണ്. ഓക്കെ, നമുക്ക് വീണ്ടും റൂമിലേക്ക് പോവാം. സോ ഇതാണ് ഇപ്പം നമ്മുടെ കിങ്ങിന് കളിക്കുന്നതുണ്ട്. നമ്മുടെ അബാദ് ടേർട്ടിൽ ബീച്ച് റിസോർട്ടിന്റെ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന നമ്മളുടെ റൂം. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു ഡോർ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ പുറത്തിറങ്ങി ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ളൊരു സ്പേസ് ആണ്. ഇവിടെ 2 ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാം കാറ്റൊക്കെ കൊണ്ട്. കടലിന്റെ ആ ഒരു സ്മെല്ല് ഇവിടം വരെ അടിക്കുന്നുണ്ട് നമുക്ക്. ഇവിടുന്ന് 300 മീറ്റർ അപ്പുറത്ത് കടലാണ്. ഇവിടുന്ന് നമുക്ക് ഇവിടെ നിന്നിട്ട് തന്നെ കടലിന്റെ ആ ഒരു മണം ഇവിടം വരെ കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. തിരമാലകളുടെ സൗണ്ട് ക്ലിയർ ആയിട്ട് എനിക്ക് കേൾക്കാം ഇവിടെ നിന്ന്. അപ്പോൾ നല്ല കാറ്റ്, നല്ല എന്താ പറയുക, നല്ല ക്ലൈമറ്റാണ് ഇവിടെ ഇരിക്കാൻ. അപ്പോൾ വേണമെങ്കിൽ നമുക്കിങ്ങനെ പുറത്തിറങ്ങി ഈ 2 കസേരയിൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. സോ ഇത്രയാണ് നമ്മുടെ റൂമിൻ്റെ വിശേഷങ്ങൾ. നമുക്ക് കിട്ടിയ റൂമിൻ്റെ വിശേഷങ്ങൾ ഇത്രയും ആണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ രാത്രിയിലല്ലേ ഇപ്പോൾ വന്ന് ചെക്ക് ഇൻ ചെയ്തത്. അപ്പം ജസ്റ്റ് നിങ്ങളിപ്പോൾ ഈ റൂം നിങ്ങൾ കണ്ടു, വരുന്ന ആ ഒരു രാത്രിയിലത്തെ വ്യൂ ജസ്റ്റ് ഒന്ന് കണ്ടതല്ലോ. പക്ഷെ ലൈറ്റൊക്കെ ഇട്ടൊരു ഭംഗി നിങ്ങൾക്ക്, ഒരു ആംബിയൻസ് നിങ്ങൾക്ക് കിട്ടിയല്ലോ. പക്ഷെ രാവിലെയാണ് ഇത് കാണേണ്ടത്. ഇപ്പൊ നാളെ നേരം വെളുത്തിട്ട് ഇവിടുന്നുള്ള വ്യൂ എല്ലാം, മോർണിംഗ് വ്യൂ, ചുറ്റും പരിസരത്തുള്ള കാഴ്ചകളെല്ലാം കാണിച്ചു തരാം. കാരണം ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അത് നമുക്ക് രാത്രി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഞങ്ങൾക്ക് അത് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ അത് വീഡിയോയിൽ അത്രയും ക്ലിയർ അല്ല രാത്രിയിലത്തെ എല്ലാം എടുത്താലും. സോ രാവിലെ ആയിട്ട് ഫുൾ കാര്യങ്ങളും എടുത്ത് കാണിച്ചു തരാം.
അപ്പൊ ഇന്നിപ്പോ നമ്മള് വന്ന് ചെക്ക് ഇൻ ചെയ്തു. അബാത്ത് ടർട്ടിൽ ബീച്ച് റിസോർട്ടിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തു. റൂം ശരിക്കും പറഞ്ഞാൽ ഇതൊരു വില്ലയാണ് ഇവരുടെ. ഒരു റൂം എന്ന് പറഞ്ഞാലും കണ്ടില്ല, ഇത്രയും സ്പേഷ്യസ് ആയിട്ട് ഇവരുടെ ഒരു വില്ലയാണ് നമുക്ക് ഇന്ന് കിട്ടിയത്. നമ്മള് റൂമിൽ എന്തായാലും ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. പിന്നെ വന്നപ്പോ തന്നെ ഈ നൈറ്റ് വ്യൂ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് രാവിലെ അപ്പൊ ശരിക്കും നേച്ചറിന്റെ ഭംഗി നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ മോർണിംഗ് വ്യൂ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാം. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പം മറക്കണ്ട, പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ എപ്പിക് ഫാമിലി. അപ്പം അബാത്ത് ടർട്ടിൽ ബീച്ച് റിസോർട്ടിന്റെ മോർണിംഗ് വ്യൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ സ്റ്റേ ട്യൂൺഡ്. അപ്പൊ തൽക്കാലത്തേക്ക് ബൈ ആൻഡ് ടേക്ക് കെയർ എവരിവൺ. നമ്മുടെ ചേട്ടന്റെ മോടെയും കൂടെ ബൈ ഞാനിപ്പോ പറയിപ്പിക്കാം. ഒരു മിനിറ്റ് ഇപ്പൊ അവരെ കൊണ്ടുകൂടെ ബൈ പറയിപ്പിക്കാം. ഹലോ, നമ്മള് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുക. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ കിങ്ങിന് ഭയങ്കര ബിസിയാ. കിങ്ങൂട്ടിയെ കണ്ടോ? കിങ്ങൂട്ടി ഇവിടെ കൈയുടെ ചിരി കണ്ടോ? ഞാൻ ചുമ്മാ വായിക്കാനായിട്ട് ഓരോ ബുക്കൊക്കെ എടുത്തിടുന്നത് ഇപ്പൊ കുത്തി വരയ്ക്കുന്നതാണ് പുള്ളിക്കാരുടെ മെയിൻ പരിപാടി. ഭയങ്കര വായനയും എഴുത്തും ഒക്കെ ആണെന്നാണ് പുള്ളിക്കാരുടെ വിചാരം. ഉണ്ട് കിങ്ങൂട്ട? ഓ ക്ഷീണിച്ചോടാ. ഓ എഴുതി ക്ഷീണിച്ചോടാ. ഓഹോ പഠിച്ചങ്ങ് ക്ഷീണിച്ചല്ലേ? കഷ്ടമായി പോയിട്ടോ. എന്റെ ബുക്ക് കുത്തി വരച്ച് നടക്കുവോ ചേട്ടമ്പി? ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നാളെ നമുക്ക് അബാത്ത് ടർട്ടിൽ ബീച്ച് റിസോർട്ടിന്റെ മോർണിംഗ് വ്യൂ കാണിക്കാം അല്ലേ? ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറഞ്ഞോ. അതെ. കിങ്ങൂട്ട ബൈ പറഞ്ഞേ. ബൈ ബൈ. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.